ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലത്തിന്റെ അടിയിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നു എന്ന് വാദിക്കുന്ന ആ ക്ലെയിമിന് എങ്ങനെയാണ് ആർക്കിയോളജിസ്റ്റുകൾ, പ്രൊഫഷണൽ ആർക്കിയോളജിസ്റ്റുകൾ കാണുന്നതെന്നും ഇതൊരു ആമുഖമായിട്ട് തന്നെ പറയുന്നത് സുപ്രീം കോടതി വിധിയിൽ അതൊരു അമ്പലമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അത് അലഹാബാദ് കോർട്ടിന്റെ വേർഡിക്റ്റ് ആണെങ്കിലും സുപ്രീം കോർട്ടിന്റെ വേർഡിക്റ്റ് ആണെങ്കിലും പബ്ലിക് ഡൊമൈനിൽ ഉണ്ട്. അത് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതിന്റെ അറ്റ്ലീസ്റ്റ് കൺക്ലൂഷൻ ഭാഗമെങ്കിലും നമ്മുടെ വ്യൂവേഴ്സ് വായിച്ചു നോക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പം അമ്പലം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ വായിച്ചു നോക്കണം. അതിൽ ഒരു സ്ഥലത്തും പെർട്ടിക്കുലർലി സുപ്രീം കോടതി വിധിയിൽ അവസാനം പറയുന്നുണ്ട് ഇതിന്റെ താഴെയുള്ള സ്ട്രക്ചർ എന്തിന്റെയാണ് എന്ന് കൺക്ലൂസീവ്ലി പ്രൂവ് ചെയ്യാൻ രണ്ട് പക്ഷങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. രാം ടെമ്പിൾ നിർമ്മിക്കണമെന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ബിലീഫാണ്. ഇങ്ങനെ ആൾക്കാർ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ടെന്ന് ആൾക്കാർ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തിന്റെ പുറത്ത് ഇവിടെ ഒരു ടെമ്പിൾ നിർമ്മിക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ പോലെ കൊടുക്കുകയാണ്. അപ്പൊ ഇത് വിശ്വാസത്തിന്റെ പുറത്ത്, കോർട്ടിന് വിശ്വാസത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു വിധി പുറപ്പെടുവിക്കാൻ അതൊക്കെ വക്കീലന്മാർ പറയേണ്ട കാര്യമാണ്. എനിക്കത് അറിയില്ല. ബിലീഫിന്റെ ബേസിസിന് മാത്രം ഒരു വേർഡിക്റ്റ് കൊടുക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ ക്വസ്റ്റ്യൻ വരുന്നത് ഇതാണ്, എങ്ങനെയാണെങ്കിൽ 2003 ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും വലിയ എക്സ്കവേഷൻ എന്തിനാണ് നടത്തിയത്? പക്ഷെ എക്സ്കവേഷൻ നടത്തിയത് ഒരു വിധത്തിൽ നല്ലതായി. കാരണം അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയല്ലോ ഇതിന്റെ താഴെയുള്ള സ്ട്രക്ചർ നമുക്ക് കൺക്ലൂസീവ്ലി എക്സ് ഓർ വൈ ഓർ സെഡ് റിലീജിയന്റെ അല്ല എന്നുള്ളത്. ആ ഒരു സംശയം ഏറെക്കുറെ മാറി എന്നുള്ളത്. ഇതിൽ പറഞ്ഞു വെക്കേണ്ടത് കോർട്ടിൽ ഇങ്ങനെ ഒരു വിധി വന്നതിന്റെ ഒരു റീസൺ, ഇത് ഒരു വലിയ ലീഗൽ ഹിസ്റ്ററി ഉണ്ടല്ലോ. ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഓർത്തിരിക്കാനുള്ള ഈസി ആയിട്ടുള്ള ഒരു വർഷമാണ് 1857. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു നോർത്ത് ഇന്ത്യ വൈഡ് ആയിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു റിബല്യൻ വരുന്ന സമയം അതാണ് തുടങ്ങുന്നത്. അപ്പം അവിടെ ഈ അയോധ്യയിൽ നമ്മൾ പോയാൽ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് രാം ടെമ്പിൾസ് ഉണ്ട്, മൾട്ടിപ്പിൾ മോസ്കുകളും ഉണ്ട് അയോധ്യയിൽ. അപ്പം ഈ ഓരോ സ്ഥലത്തിനും ഓരോ പേരുണ്ട്. അപ്പം ഹനുമാൻ ഗാഹി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വിച്ച് വാസ് വെരി നിയർ ടു ബാബറി മസ്ജിദ് സൈറ്റ്. അപ്പൊ ഈ ഹനുമാൻ ഗാർഹിയിലുള്ള അവിടെ പൂജ ചെയ്തുകൊണ്ടിരുന്ന ഒരു പൂജാരി ഈ ബാബറി മസ്ജിദിന്റെ കോമ്പൗണ്ടിനകത്തേക്ക് അതിക്രമിച്ച് കയറുകയും അവിടെ ഒരു രാമചബൂത്തര ഉണ്ടാക്കുകയും ചെയ്യാണ്. ഒരു വളരെ വലിയ സ്ട്രക്ചർ ഒന്നുമല്ല, ഒരു ചെറിയ സ്ട്രക്ചർ ഉണ്ടാകുകയാണ്. അപ്പൊ അതിനകത്ത് വന്ന് ഐഡൽസ് ഒന്നും അങ്ങനെ സ്ഥാപിച്ചതായിട്ട് ഈ ലീഗൽ റെക്കോർഡുകളിലൊന്നും പറയുന്നില്ല. പക്ഷെ അത് ആ ഒരു സ്ഥലം പിന്നെ അറിയപ്പെടുന്നത് രാമചബൂത്ര എന്നാണ് അറിയപ്പെടുന്നത്. എന്നിട്ട് അദ്ദേഹം ക്ലെയിം ചെയ്യുകയാണ് ഇതിനകത്താണ് രാമൻ ജനിച്ചത്. അപ്പൊ അതെന്തിന്റെ ബേസിസിലാണെന്നൊന്നും ലീഗൽ റെക്കോർഡ്സിൽ പറയുന്നില്ല, അതുകൊണ്ട് നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അലക്സാണ്ടർ കണ്ണിങ്ഹാമിന്റെ സമയത്ത് അലക്സാണ്ടർ കണ്ണിങ്ഹാം ഏൻഷ്യൻ ജോഗ്രഫി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബുക്ക് പബ്ലിഷ് ചെയ്തു. ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് നമ്മൾ ആലോചിക്കണം. അലക്സാണ്ടർ കണ്ണിങ്ഹാം ASIയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്നപ്പം അദ്ദേഹം അയോധ്യയിൽ എക്സ്പ്ലോറേഷൻ നമ്മൾ വിളിക്കുന്നത് ഉത്ഖനനത്തിന് മുമ്പേ അല്ലെങ്കിൽ എക്സ്കവേഷന് മുമ്പ് ഒരു ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അവിടെ എക്സ്കവേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി സർവേ എന്നോ എക്സ്പ്ലോറേഷൻ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം ആദ്യം ഒരു എക്സ്പ്ലോറേഷൻ നടത്തുകയാണ്. പിന്നീട് ഇദ്ദേഹം എക്സ്കവേഷനും ഫെറർ എന്ന് പറഞ്ഞ മറ്റൊരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഫർദർ എക്സ്കവേഷൻസ് നടന്നതായിട്ട് റിപ്പോർട്ടുണ്ട്. അലക്സാണ്ടർ കണ്ണിങ്ഹാമിന്റെ ഏൻഷ്യൻ ജോഗ്രഫി ഓഫ് ഇന്ത്യ എന്നുള്ള വർക്കിൽ അയോധ്യയുടെ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അലക്സാണ്ടർ കണ്ണിങ്ഹാം ഈ അയോധ്യയിൽ ഒരു എക്സ്പ്ലോറേഷൻ നടത്തുന്നത് ആക്ച്വലി ഈ രാമായണത്തിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയല്ല. അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റ് ആർക്കിയോളജിയിൽ എന്തൂസിയാസം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പം നമുക്ക് ഫാഹിയാനും ഹുവാൻസാങ് എന്നും പറഞ്ഞ് രണ്ട് ചൈനീസ് യാത്രികര് ഇന്ത്യയെ വിസിറ്റ് ചെയ്ത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ വിസിറ്റ് ചെയ്ത് ഇന്ത്യൻ സബ് കോണ്ടിനെ കുറിച്ചുള്ള അവരുടെ ഇവിടെ ബുദ്ധിസം പഠിക്കാൻ ആണ് വന്നത്. അപ്പൊ ഇന്ത്യൻ സബ് കോണ്ടിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ അവർ രണ്ടുപേരുടെയും ബുക്കിലുണ്ട്. അപ്പം അവര് പറഞ്ഞിരിക്കുന്ന സിറ്റീസ് ഇന്ത്യയിൽ അപ്പോഴും അവശേഷിക്കുന്നുണ്ടോ, അത് എക്സ്കവേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ, ഇതാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാമിന്റെ ഒബ്ജക്റ്റ്. അത് വെച്ചിട്ടാണ് ഈ അയോധ്യയിൽ എക്സ്പ്ലോറേഷൻ നടത്തുന്നത്. പക്ഷെ അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ എക്സ്പ്ലോറേഷൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല, വേറെ കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് അയോധ്യയിലെ ബാക്കിയുള്ള സ്ഥലങ്ങളുടെയും കൂടെ എക്സ്പ്ലോറേഷൻ ചെയ്യുകയും ഇങ്ങനെ ഒരു മാപ്പ് ഉണ്ടാക്കുകയും
ചെയ്യുന്നത്. ഇത് ഏൻഷ്യൻ ജോഗ്രഫി ഓഫ് ഇന്ത്യ ഗൂഗിൾ ബുക്സിലും archives.org അവൈലബിൾ ആണ്. ഈ മാപ്പും അവൈലബിൾ ആണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് പോയി വായിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ മാപ്പിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കി നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, ഈ ഫൈസാബാദ് എന്ന് പറഞ്ഞാണ് ഈ മുഴുവൻ സ്ഥലവും അറിയപ്പെട്ടിരുന്നത്. അതിൽ അയോധ്യ എന്ന അന്ന്, അതായത് കണ്ണിങ്ഹാമിന്റെ സമയത്ത് വിളിച്ചിരുന്ന സ്ഥലം ഇത്രയാണ്. ഇതിന് ലാർജർ സ്ഥലത്തിനെ ഔദ് എന്നും അതില് താലൂക്ക് പോലത്തുള്ള ഒരു സാധനത്തിന് ഫൈസാബാദ് എന്നും അതിനകത്തെ ഒരു ചെറിയ സ്ഥലത്തിനാണ് അയോധ്യ എന്നും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അയോധ്യ എന്നും, അല്ലെങ്കിൽ നമ്മളിപ്പം വിളിക്കുന്ന അയോധ്യ എന്നുള്ള സ്ഥലമായിട്ട് കണ്ണിങ്ഹാം രേഖപ്പെടുത്തുന്നത്. അതിനകത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ടോ, ഇവിടെ ആൾക്കാർ രാം ജനം ആസ്ഥാൻ എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഈ കറുത്ത സ്ക്വയർ ബ്ലോക്ക് ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജനം ആസ്ഥാൻ, രാമെന്ന് എഴുതിയിട്ടുള്ള ജനം ആസ്ഥാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സ്ഥലവും ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലവും തമ്മിൽ ഏകദേശം ഒരു 1.5 കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട്. യു ക്യാൻ സീ ദ ഡിഫറൻസ് ഹിയർ. അലക്സാണ്ടർ കണ്ണിങ്ഹാമിന്റെ സമയത്ത് മറ്റൊരു സ്ഥലമാണ് രാം ജനമാസ്ഥാൻ എന്ന് വിശ്വസിച്ചിരുന്നതായിട്ട് നമുക്ക് ഈ ഒരു എവിഡൻസിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഹിസ്റ്ററി ഒറ്റൊരു സോഴ്സ് മാത്രമല്ല, പല പല സോഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യും. ഈ ഹനുമാൻ ഗാർഹിയിലെ പ്രീസ്റ്റ് കൊണ്ടുവന്ന് ഒരു രാമചബൂത്തര സ്ഥാപിക്കുകയാണ്. അപ്പം ഇത് 1857 ആ വർഷം തന്നെ അലി അഷ്ഗർ എന്ന് പറഞ്ഞ ബാബറി മസ്ജിദിലെ വാങ്ക് വിളിച്ചുകൊണ്ടിരുന്നയാള് ബ്രിട്ടീഷുകാരോട് ചേർന്ന് കംപ്ലൈന്റ് ചെയ്യുകയാണ്, ഇങ്ങനെ ഒരു സാധനം ബാബറി മസ്ജിദിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് ട്രസ്പാസിംഗ് ആണ്, അത് അതിക്രമിച്ച് കയറിയിട്ടുണ്ട്, ഇത് പരിഹാരം കാണണം. 1859 2 വർഷം കഴിഞ്ഞപ്പോഴും ബ്രിട്ടീഷുകാർ ഇതിന് പരിഹാരം കണ്ടത് ഈ ബാബറി മസ്ജിദിന്റെ അകത്ത് ഒരു വേർതിരിവ്, ഒരു വോൾ എന്നാണ് എഴുതിയിരിക്കുന്നത്, പക്ഷെ അതൊരു ഇങ്ങനെ ബ്രിക്സ് ഒന്നും ഉണ്ടാക്കിയ ഒരു വോളല്ല, ഒരു സെപ്പറേഷൻ ഉണ്ടാക്കുകയാണ് ഈ ബാബറി മസ്ജിദും ഈ രാമചബൂത്ര ഇരുന്ന സ്ഥലവും തമ്മിൽ. അതായിരുന്നു ബ്രിട്ടീഷുകാരുടെ സൊല്യൂഷൻ. പക്ഷെ ഈ സ്ഥലം തിരിച്ചു ലഭിക്കാൻ വേണ്ടി 1860 1877 1883 1884 വീണ്ടും വീണ്ടും ഈ അവിടെ വന്നിരുന്ന വാങ്ക് വിളിക്കുന്ന ആൾക്കാരും പിന്നെ അവിടെ മസ്ജിദ് കമ്മിറ്റിയിലുള്ള ആൾക്കാരും വീണ്ടും വീണ്ടും പെറ്റീഷൻ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 1885 മഹന്ത് രഘുബർ ദാസ് എന്ന് പറഞ്ഞ ഒരു മഹന്ത് എന്ന് പറഞ്ഞാൽ ഹിന്ദു പൂജാരി എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹമാണ് ഇത് രാമജന്മഭൂമി ആണ് എന്ന് വാദിക്കുകയും ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ, പക്ഷെ ഈ രഘുബർദാസ് പറയുമ്പോഴും ഇവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചബൂത്രയാണ്, അല്ലാതെ ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഒരു ടെമ്പിൾ ഉണ്ടാക്കണമെന്ന് ഇദ്ദേഹം പോലും രഘുബർദാസ് പോലും പറയുന്നില്ല. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ടാക്കാനുള്ള പെർമിഷൻ തരണമെന്ന് ബ്രിട്ടീഷുകാരോട് അപേക്ഷിക്കുകയാണ്. ക്ഷേത്രം ആവശ്യപ്പെടുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക് പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു ചെറിയ ക്ഷേത്രം മാത്രമായിരിക്കും. ഇന്നത്തെ പോലെ ഗ്രാൻഡ് ടെമ്പിൾ. ഈ ഇഷ്യൂവിന്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 1940 വരെ, അതായത് ഈ പ്രശ്നം തുടങ്ങുന്നത് 1857 1949 പിന്നെ ഈ ഒരു പ്രശ്നം ഒരു നാഷണൽ പ്രശ്നമായിട്ട്, ഇതൊരു ചെറിയൊരു ലൊക്കാലിറ്റിയിൽ നടക്കുന്ന ഒരു ചെറിയ പ്രശ്നമാണ്. അതായത് ഇപ്പം അതിർത്തി തർക്കമല്ല, ബേസിക്കലി അതുപോലത്തെ ഒരു കാര്യമാണ്. കാരണം ഒരു ഗ്രാൻഡ് സ്കീമായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു വലിയ അമ്പലം പണിയണമെന്നോ അങ്ങനെയൊന്നും ഒരു സ്ഥലത്തും ഒരു ക്ലെയിം മേക്ക് ചെയ്യുന്നത് അവിടെയുള്ള ഹിന്ദു കമ്മ്യൂണിറ്റിയോ പൂജാരീസോ ക്ലെയിം ചെയ്യുന്നതായിട്ട് 1949 വരെയും നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ഉത്തർപ്രദേശ്, ബീഹാർ ഇവിടെ നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഇവരെന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫ്രണ്ട്സിയുടെ മോബ് ഇങ്ങോട്ട് വരുമല്ലോ, ഈ സോ കോൾഡ് രാമഭക്ത, അങ്ങനെ ഭക്തന്മാർക്ക് ഇങ്ങനെ വയലൻസ് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഫ്രണ്ട്സിയുടെ മോബ് വരുമ്പോഴും ആദ്യം അയോധ്യയിലെ മനുഷ്യർ ഇവരുടെ പക്ഷത്തല്ലായിരുന്നല്ലോ. പിന്നീട് 3 ദിവസത്തോളം വയലൻസ് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഈ അയോധ്യയിലെ ആൾക്കാർ അയോധ്യയിലെ ഹിന്ദുസ് അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് അറിയില്ല, കാരണം എല്ലാവരും ഒന്നും ഇവരെ സപ്പോർട്ട് ചെയ്തതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് CPI ജയിച്ചുകൊണ്ടിരുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയും ഇടതുപക്ഷത്ത് നല്ല വേരോട്ടുണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഞാൻ വെങ്കടേഷ് രാമകൃഷ്ണൻ ഒരിക്കൽ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി, ആദ്യമായിട്ട് 70കളിലോ 80കളിലോ അവിടെ ഈ ഒരു കർസേവ നടത്തണമെന്ന് വെച്ചിട്ടുണ്ട് കുറച്ച് ആൾക്കാർ വരികയുമ്പോൾ അവിടുത്തെ ആൾക്കാർ, പ്രത്യേകിച്ച് അവിടുത്തെ പാർട്ടിക്കാർ ഇവരെ അടിച്ച് ഓട്ടിച്ചെന്നാണ്. ഒരു സ്ഥലം എങ്ങനെ കമ്മ്യൂണലൈസ് ചെയ്യാം എന്നുള്ളതിനെ വളരെ നല്ല പഠനമായിരിക്കും അയോധ്യയെ കുറിച്ചുള്ളത്.
കാരണം അവിടെ താമസിക്കുന്ന ജനം അങ്ങനെ, കാരണം അവർക്കൊരു ഷെയർഡ് ഹിസ്റ്ററി ഉണ്ടെന്ന് അവർക്ക് അറിയാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇന്നും അയോധ്യ പോയാൽ അമ്പലങ്ങളും പള്ളികളും 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ ദൂരത്തിൽ ഉള്ളതും ഒരേ കുളങ്ങൾ, ഒരേ വെൽസ്, ഒരേ സ്റ്റെപ്പ് വെല്ലുകൾ യൂസ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരു ഷെയർഡ് കൾച്ചറുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ തമ്മിൽ എനിമിറ്റി കുറവാണ്. ഈവൻ എനിക്കൊന്ന് നമ്മുടെ വീഡിയോയിൽ തന്നെ കഴിഞ്ഞ ദിവസം നദീം സാർ പറഞ്ഞല്ലോ, അതായത് ഈ കേസ് കൊടുത്തിരുന്ന കേസിന് കക്ഷിയായിട്ടുള്ള മഹന്തും എന്താണ് ഈ വഖഫ് ബോർഡിന്റെ ആളും ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുമായിരുന്നു. അപ്പം അങ്ങനെ എനിമിറ്റി ഉള്ള മനുഷ്യരല്ല ഇവർ. ആ ഒരു എനിമിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന്റെ ഒരു ചരിത്രവും കൂടെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ മഹന്ത് രഘുബർ ദാസിനെ കുറിച്ചാണ്. ആ മഹന്ത് രഘുബർ ദാസ് വന്ന് പറയാണ്, എനിക്ക് അവിടെ പോയി പൂജ ചെയ്യാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ അവിടെ ഇപ്പൊ ഒരു ചബൂത്തരയായിട്ട് ഇരിക്കുന്ന സ്ഥലത്തിന് ഒരു അമ്പലമായിട്ട് മാറ്റണം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു ആവശ്യം മുമ്പോട്ട് വെക്കുമ്പോൾ ഇതിൽ ബ്രിട്ടീഷ് കാലത്തെ ലീഗൽ റെക്കോർഡിൽ നോക്കിയാൽ നമുക്കറിയാം ഇദ്ദേഹം ഇതിന്റെ അടിയിൽ ഒരു അമ്പലം ഉണ്ടായിരുന്നെന്നോ അല്ലെങ്കിൽ അമ്പലം പൊളിച്ചു കളഞ്ഞിട്ടാണ് പള്ളി പണിതെന്നോ ഒന്നും ഒരു ക്ലെയിം മേക്ക് ചെയ്യുന്നില്ല. ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് അവിടെ ഒരു അമ്പലം ഉണ്ടാക്കാൻ, അതായത് ഈ ചബൂത്തര ഇരിക്കുന്ന സ്ഥലത്ത് ഒരു അമ്പലം ഉണ്ടാക്കാൻ അനുമതി തരണമെന്നാണ്. 1949 ഡിസംബറിന്റെ അവസാനത്തോളം, ഈ ഡിസംബർ സീംസ് ടു ബി എ വെരി എന്താ പറയുക ഒരു റെലവെന്റ് മന്ത് ഇൻ ദ ഹിസ്റ്ററി ഓഫ് അയോധ്യ. അപ്പൊ ഡിസംബർ പകുതിയോടെ അവിടെ ഒരു 9 ദിവസത്തെ ഭജന വെക്കുകയാണ്. ആരാണ് വെക്കുന്നത്? അഖിൽ ഭാരതീയ രാമായണ മഹാസഭ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ അവിടെ 9 ദിവസത്തെ ഭജന വെക്കുകയും 9 ദിവസത്തെ ഈ ഭജനയുടെ ഒടുവിൽ, അതായത് 22-23 ഡിസംബർ 1949 ഈ ഭജന ലീഡ് ചെയ്തിരുന്ന ആൾക്കാർ ബാബറി മസ്ജിദിൽ കടക്കുകയും അവിടെ ഈ രാംലല്ലയുടെയും സീതയുടെയും വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അത് വലിയ വിഗ്രഹമൊന്നുമല്ല, ചെറിയ വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇதை തുടർന്ന് അയോധ്യയിൽ വലിയ സംഘർഷാവസ്ഥ ഉണ്ടാകുകയാണ്. അപ്പം ഈ സംഘർഷ അവസ്ഥയെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആ സമയം തൊട്ടാണ് ഇതൊരു തർക്കഭൂമിയായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ഇതൊരു തർക്കഭൂമിയായിട്ട് ഡിക്ലെയർ ചെയ്ത ആ ഒരു സമയത്തും കുറച്ച് അൺഫെയർ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. മുസ്ലിങ്ങൾക്ക് അവിടെ പോയി നമാസ് ചെയ്യാനുള്ള അവകാശം തിരിച്ചെടുക്കുകയും ഇതിന്റെ ഒരു സൈഡ് ഗേറ്റ് വഴി ഈ ബാബറി മസ്ജിദിനകത്ത് ബലമായിട്ട് വെച്ച അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത ഈ മൂർത്തികൾ, രാമന്റെയും സീതയുടെ മൂർത്തികൾ ഒരു സൈഡ് ഗേറ്റ് വഴി കാണാൻ അല്ലെങ്കിൽ ദർശിക്കാൻ ഉള്ള അവകാശം ഹിന്ദുക്കൾക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സൊല്യൂഷനാണ് അന്ന് 1949 ഉണ്ടാകുന്നത്. പോകാൻ പറ്റില്ലെന്നല്ല, നമാസ് ചെയ്യാൻ പറ്റില്ല, പള്ളി പൂട്ടി ഇടുക. പിന്നെ ഒരു ഏകദേശം ഒരു 10 വർഷത്തേക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലാതിരിക്കുകയാണ്. പക്ഷെ പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോഴും ഒരു സിവിൽ ലോ സൂട്ട് നടക്കുന്നുണ്ട്. അപ്പം ഈ സിവിൽ ലോ സൂട്ടിന്റെ ഒരു വിധിയല്ല, അതിന്റെ പ്രോസസ്സിൽ വരുന്നതാണ് നമുക്ക് ഒരു ബ്ലൂ പ്രിന്റ് പോലെ, ഒരു ലേ ഔട്ട് പോലെയുള്ള ആദ്യത്തെ ഒരു പിക്ചർ നമുക്ക് കിട്ടുന്നത്. അതായത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷണറിനെ, പോലീസ് അങ്ങനത്തെ കമ്മീഷണറല്ല, ഈ ലോയ്ക്ക് വേണ്ടിയുള്ള ഒരു കമ്മീഷണറിനെ നിയമിക്കുകയാണ്. ഗവൺമെന്റ് പ്ലീഡർ തന്നെയാണെന്ന് തോന്നുന്നു കമ്മീഷണറായിട്ട് നിയമിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇതിന്റെ ഒരു മാപ്പ്, അതായത് ഈ സ്ഥലത്തിന്റെ ഒരു മാപ്പ് വരയ്ക്കുന്നുണ്ട്. 1950 മാപ്പാണ്. അതായത് പ്രശ്നം തുടങ്ങുന്നത് 1857. അത് കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞിട്ട് ഉള്ള മാപ്പാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മാപ്പ്. അതിനകത്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് ഹിന്ദി വായിക്കാൻ പറ്റുന്ന വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകായിരിക്കും. എന്റെ ബ്രൗസർ കാണാൻ പറ്റുന്നുണ്ടോ, എന്റെ മൗസ്? അപ്പം ഈ സ്ക്വയറിൽ കാണുന്ന സ്ഥലത്തിനെയാണ് രാമചബൂത്ര എന്ന് വിളിച്ചിരുന്നത്. ഈ ആർച്ചുകളുള്ള, കമാനങ്ങളുള്ള ഈ സ്ഥലമാണ് ബാബറി മസ്ജിദ്. ഇതിന്റെ ഇടയ്ക്ക് ബ്രിട്ടീഷുകാര് 1859 ഒരു വോള് പോലെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. അതാണ് ഈ പി എന്ന് രേഖപ്പെടുത്തി നടുക്ക് ഈ കാണുന്ന ഈ മുഴുവൻ സ്ഥലം. അതായത് ഞാൻ ഇപ്പൊ ബ്രൗസർ മൂവ് ചെയ്യുന്ന ഇത്രയും സ്ഥലമാണ് ബാബറി മസ്ജിദ് കോംപ്ലക്സ്, കോമ്പൗണ്ട് ഉൾപ്പെടെയുള്ള. അപ്പം ഇതിനകത്താണ് രാമചബൂത്ര. പക്ഷെ നമുക്ക് അപ്പോഴും കാണാം ബാബറി മസ്ജിദിനകത്തല്ല, മസ്ജിദിന്റെ മെയിൻ ബിൽഡിങ്ങിനകത്തല്ല, ആ റെയിലിംഗിന്റെ ഒക്കെ വെളിയിലാണ് ഈ രാമചബൂത്ര.
ഇവിടെ ടെമ്പിൾ കെട്ടാൻ വേണ്ടിയാണ് ഈ മഹന്ത് രഘുബർ ദാസ് വരെ ഉള്ളവർ വാദിക്കുന്നത്. ഈ ഒരു ലേഔട്ട് ക്ലിയർ ആണ്. ഈ ഡോമിന് അടിയിൽ 3 ഡോമുകളുടെ ഇടയിലുള്ള സെൻട്രൽ ഡോമിന്റെ അടിയിലാണ് രാമൻ ജനിച്ചത് എന്നുള്ള ക്ലെയിംസ് ഒന്നും ഈ ഒരു സമയത്ത് ഉണ്ടാക്കപ്പെടുന്നതേ ഇല്ല. 1, 2 ഇങ്ങനെ വെച്ചും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാമായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അപ്പം ഇങ്ങനെ ഇരുന്നൊരു സിറ്റുവേഷൻ 1950, അതായത് 100 വർഷം കഴിഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ലോക്കൽ ഡിസ്പ്യൂട്ട് ആയിരുന്നു. അതിനെ നാഷണൽ ആക്കാൻ, നേഷൻ വൈഡ് ആയിട്ടുള്ളൊരു ഡിസ്പ്യൂട്ട് ആക്കാനുള്ള ആദ്യത്തെ ശ്രമമാണ് ഈ 1949 അഖില ഭാരതീയ രാമായണ മഹാസഭ നടക്കുന്നത്. അതൊരു പരിധി വരെ സക്സസ്ഫുൾ ആകാണ്. പക്ഷെ അങ്ങനെ ഇവർ വിചാരിക്കുന്ന അത്രയും ഒരു സർക്കുലേഷൻ ഒന്നും അതിന് കിട്ടുന്നില്ല. പിന്നെ 10 വർഷത്തോളം ഈ സിവിൽ സ്യൂട്ട് നടക്കുന്നുണ്ടെങ്കിലും വലിയ സംഘർഷങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാണ്. 1959 നിർമോഹി അഖാര എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്, ഇത് അവർ മേക്ക് ചെയ്യുന്ന ക്ലെയിമും വളരെ രസകരമായ ഒരു ക്ലെയിമാണ്. ഈ മസ്ജിദിന്റെ അടിയിൽ പള്ളി ഉണ്ടെന്നല്ല അവർ ക്ലെയിം ചെയ്യുന്നത്. ഇത് മസ്ജിദ് അല്ല, ഇത് ടെമ്പിൾ ആണ് എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അതായത് അവിടെ ബാബറി മസ്ജിദ് ശരിക്കും ഒരു ടെമ്പിൾ ആണ്. അതുകൊണ്ട് അതിനകത്ത് പൂജ നടത്താൻ ഞങ്ങൾക്ക്, കാരണം അവിടെ രാമന്റെ പ്രതിമ ഇരിക്കുകയാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പൂജ നടത്താൻ അനുവദിക്കണം എന്ന് പറഞ്ഞ് ഇത് ടെമ്പിൾ ആയി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴവർ പൊളിച്ചു മാറ്റണം അങ്ങനെയൊന്നും പറയുന്നില്ല, ടെമ്പിൾ ആയിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുക. അപ്പൊ ഇതിനെതിരെ 1961 എക്സാക്ട് ഡേറ്റ് 18 ഡിസംബർ 1961 സുന്നി സെൻട്രൽ ബോർഡ് ഓഫ് വഖഫ്സ് കേസ് ഫയൽ ചെയ്യുക. ഈ ഒരു കേസിനെയാണ് സ്യൂട്ട് നമ്പർ 2 എന്ന് വിളിക്കുന്നതും. അന്ന് തൊട്ട് ഈ സുന്നി സെൻട്രൽ ബോർഡ് ഓഫ് വഖഫ്സ് ഈ കേസിൽ കക്ഷിയാണ്. നിർമോഹി അഖാര മറ്റൊരു കക്ഷിയാണ്. ഇതിലൊരു വലിയ ക്വസ്റ്റ്യൻ, ഈ നിർമോഹി അഖാരയ്ക്ക് ഈ കേസ് കൊടുക്കാനുള്ള അധികാരം ഉണ്ടോ എന്നുള്ളതൊരു വലിയ ചർച്ചയാണ് ഇതിനകത്ത്. കാരണം ആരെയാണ് നിർമോഹി അഖാര റെപ്രസെന്റ് ചെയ്യുന്നത്? അവർക്ക് ഈ കേസിൽ ഇടപെടാനുള്ള വാലിഡിറ്റി എന്താണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ കേസിന്റെ ഭാഗമാണ്. ആദ്യത്തെ വിധി, അത് അലഹാബാദ് കോർട്ട് വിധി വന്നപ്പോൾ 1/3 സ്ഥലം നിർമോഹി അഖാരയ്ക്കാണ് കൊടുക്കാനായിട്ടാണ് വിധി വന്നത്. അതൊന്ന് ആലോചിച്ചോണേ, ഇപ്പോഴും നിർമോഹി അഖാരയുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് ഡിബേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 1961 ഈ വഖഫ് ബോർഡ് ഒരു സബ്മിഷൻ മേക്ക് ചെയ്യാണ്. അതായത് ഇത് പള്ളി തന്നെയാണ് എന്നാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സബ്സിക്വന്റ്ലി വഖഫ് ബോർഡ് ആണ് ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ബോർഡിന്റെ കൂടെ മറ്റ് കക്ഷികൾ ചേരുന്നത് നമുക്ക് കാണാൻ പറ്റും. മണ്ഡൽ കമ്മീഷന്റെ ഇംപ്ലിമെന്റേഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞൊരു സമയത്ത് നാട്ടിൽ വലിയൊരു വീണ്ടും ഒരു വലിയ പൊളിറ്റിക്കൽ ചേണിങ് നടക്കുകയാണ്. അപ്പം ഒരുപാട് നിരീക്ഷകർ, പെർട്ടിക്കുലർലി പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ വാദിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് VHPയുടെ ഒരു വലിയ കൺസേൺ എന്ന് പറയുന്നത് ഈ ഹിന്ദു വോട്ട് സ്പ്ലിറ്റ് ആകും. ഇനി OBC മനുഷ്യരും ദളിത് മനുഷ്യരും എല്ലാം ടോട്ടലി കോൺഗ്രസിന്റെ പക്ഷത്താകാനുള്ള വലിയ ചാൻസ് ഉണ്ട്. അപ്പം വീണ്ടും ഹിന്ദുവിനെ കോൺസോളിഡേറ്റ് ചെയ്യേണ്ട വലിയ ആവശ്യം വരികയാണ്. അപ്പൊ ഹിന്ദുവിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർക്കൊരു ഒരു ടൂൾ ആവശ്യമാണ്. അപ്പൊ ഈ ഒരു ടൂളായിട്ടാണ് പിന്നീട് ഈ രാമജന്മഭൂമി ഇഷ്യൂ വീണ്ടും ഒരു സിഗ്നിഫിക്കന്റ് ഇഷ്യൂ ആയിട്ട്, അതായത് 10 വർഷത്തോളം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു ഇഷ്യൂ ഒരു കോടതിയിൽ, അതൊരു ലോക്കൽ ഡിസ്ട്രിക്റ്റ് കോടതിയിൽ മാത്രം, കോടതി വ്യവഹാരങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇഷ്യൂവിനെ ഒരു നേഷൻ വൈഡ് ഇഷ്യൂ ആയിട്ട് ഇത് മാറി. ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ എടുത്ത് പറയാനുണ്ട്. 7-8 ഏപ്രിൽ 1984 VHP അതിന്റെ ഡൽഹി സെഷൻ നടത്തുകയാണ്. ഈ ഡൽഹി സെഷനിലാണ് VHP ഒരു റെസൊല്യൂഷൻ പാസ്സാകുന്നത്. അതായത് അയോധ്യയിലെയും മധുരയിലെയും കാശിയിലെയും മോസ്കുകളെല്ലാം അവിടെ നിന്ന് മാറ്റണം, റിമൂവ് ചെയ്യണം എന്നും ആ സ്ഥലങ്ങളെല്ലാം ഹിന്ദു ഹോളി വിശുദ്ധ സ്ഥലങ്ങളായി മാത്രം മാറ്റിയെടുക്കണമെന്നും അയോധ്യ വെച്ച് തുടങ്ങണം എന്നുള്ള ക്ലെയിം ഈ ഏപ്രിൽ 1984 VHPയുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഡൽഹി സെഷനിൽ എടുക്കുകയാണ്. ഈ 84-ലെ ഈ എടുത്ത അവർ തീരുമാനത്തിന് ഒരു മാനിഫെസ്റ്റേഷൻ വരുന്നത് 1989
ദേവകി നന്ദൻ അഗ്രവാൾ എന്ന് പറഞ്ഞ് അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ജഡ്ജി ആയിരുന്നു. അതും അലഹബാദ് കോർട്ടിലെ തന്നെ ജഡ്ജി ആയിരുന്നു എന്നും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യണം. ജഡ്ജി ആയിരുന്ന ആള് പിന്നീട് അദ്ദേഹം VHPയുടെ വൈസ് പ്രസിഡന്റ് ആകുന്നുണ്ട്. അപ്പം അത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഈ റിട്ടയർ ചെയ്ത ഇദ്ദേഹം ദേവകി നന്ദൻ അഗ്രവാൾ കേസ് കൊടുക്കുകയാണ്. ആ കേസ് കൊടുക്കുന്നത് രാംലല്ല വെച്ചിട്ടാണ് കേസ് കൊടുക്കുന്നത്. അതായത് രാംലല്ല കേസിന് പോകുകയാണ്, ഈ സ്ഥലം അതായത് എന്റെ ജന്മഭൂമി ആണെന്ന് പറഞ്ഞു. അതൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യൻ കോടതി സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ കോടതി സിസ്റ്റത്തിൽ വളരെ യുണീക്ക് ആയിട്ടൊരു കേസായിരിക്കും. ദൈവം നീതി എന്ന് വിചാരിക്കുന്ന കാര്യത്തിന് വേണ്ടി ഇന്ത്യൻ കോർട്ടിൽ പോവുകയാണ്. എനിക്ക് നീതി തരണം എന്ന് പറഞ്ഞ ദൈവം കോർട്ടിലെത്തുകയാണ്. അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഘടകം എന്ന് പറയുന്നത് രാംലല്ലയാണ്. രാംലല്ല എന്ന് വെച്ചാല് കുട്ടി ബാലൻ. ശ്രീരാമനാണ്. അപ്പൊ അതിനുവേണ്ടി കേസ് വാദിക്കുന്ന ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ അവരുടെ ഗാർഡിയൻസ് ആയിട്ട് ഇവര് കേസ് വാദിക്കും. ഗാർഡിയൻ ആയിട്ടും ഇദ്ദേഹം പറയുന്നില്ല. ഈ നമ്മൾ കോടതി വ്യവഹാരം നോക്കുകയാണെങ്കിൽ രാംലല്ലയുടെ സഖ ആയ, അതായത് ലിറ്ററലി ട്രാൻസ്ലേഷൻ കൂട്ടുകാരൻ. രാംലല്ല മൈനർ ആണല്ലോ, 18 വയസ്സായിട്ടില്ലല്ലോ. അപ്പൊ 18 വയസ്സാകാത്തത് കൊണ്ട് തന്നെ മൈനറായ രാംലല്ലയ്ക്ക് വേണ്ടി കേസ് നടത്തിയത് ഈ ദേവകി നന്ദൻ അഗ്രവാൾ. അപ്പം വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇന്ന ദൈവത്തിന് കൂട്ടുകാരൻ എന്ന് പറഞ്ഞ് നമുക്കൊരു കേസ് നടത്താൻ പറ്റുമോ? ആ ഒരു ക്ലെയിം നമ്മൾ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും? ഇങ്ങനെയുള്ള ഒരുപാട് ലീഗൽ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. എനിക്ക് എൻ്റെ ലീഗൽ വശം അറിയില്ല. മേ ബി somebody else can an answer. പക്ഷെ എനിക്ക് ഹിസ്റ്റോറിയൻ നോക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് നാളെ ഞാൻ പറയാണ്, ഞാൻ ബുദ്ധന്റെ അനിയത്തി, ഞാൻ ബുദ്ധന് വേണ്ടി കേസ് നടത്താണെന്ന് പറഞ്ഞ് ഞാൻ കോടതിയിൽ പോയിട്ട് പറയണം ഇന്ന അമ്പലത്തിന്റെ താഴെ ഒരു ബുദ്ധിസ്റ്റ് വിഹാരമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനുള്ള ലീഗൽ വാലിഡിറ്റി എന്തൊക്കെയാണെന്ന് അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ബട്ട് ആസ് എ ഹിസ്റ്റോറിയൻ ദിസ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ മീ. കാരണം ഒരു ലീഗൽ ഹിസ്റ്ററിയിൽ തന്നെ ഒരു പ്രീസിഡന്റ് സെറ്റ് ആകുകയാണ്, ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടെന്ന്. അത് കഴിഞ്ഞ് സഖ എന്ന ആള് മാറുന്നുണ്ട്. ഇദ്ദേഹം മരിച്ചുപോയി, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇദ്ദേഹം മരിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന് വേണ്ടി അടുത്തൊരു പിന്നെ ഒരു RSS പ്രചാരകമാണ് ഈ സഖ എന്ന റോള് ഏറ്റെടുക്കുന്നത്. അപ്പൊ അങ്ങനെ നടത്താൻ പറ്റുമോ? ഒരു വസ്തുതർക്കം വന്നാൽ ഒരാൾ ക്ലെയിം ചെയ്യുന്നു, അയാൾ മരിച്ചു പോകുമ്പോൾ അയാളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മറ്റൊരാൾ ക്ലെയിം ചെയ്യുന്നു, അതേ കേസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസും കൂടി ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പൊ 1989 ഇതും ഒരു സ്യൂട്ട് നമ്പർ 3 or 4 ആയിട്ട് അലഹബാദ് വേർഡിക്റ്റിലും അലഹബാദ് ഹൈക്കോടതിന്റെ വേർഡിക്റ്റിലും സുപ്രീം കോടതിന്റെ വേർഡിക്റ്റിലും പറയുന്നുണ്ട്. 1991 ആകുമ്പോഴത്തേക്ക് എക്സ്ട്രീംലി ഒരു ആങ്സൈറ്റി, ഒരു സോ കോൾഡ് ഐ മൈറ്റ് ഇവൻ കോൾ ഇറ്റ് എൻ അപ്പർ കാസ്റ്റ് ഹിന്ദു ആങ്സൈറ്റി ഉണ്ടാകും. അപ്പൊ തിരിച്ച് ഹിന്ദു മതത്തിൽ തന്നെ ഈ മനുഷ്യരെയൊക്കെ നിർത്തണം എന്നുള്ള ഒരു അജണ്ട വീണ്ടും സിഗ്നിഫിക്കൻ്റ് ആയി മാറുകയാണെന്ന് പൊളിറ്റിക്കൽ സയന്റിസ്റ്റുകൾ പറയുന്നത്. അപ്പം നമ്മൾ പിന്നീട് അതിൻ്റെ ഒരു കോഴ്സ് ഓഫ് ഇവന്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ യു ഓൾറെഡി നോ ദിസ്. 1992 രഥയാത്ര തുടങ്ങുകയാണ്. December 6, അതായത് അംബേദ്കറിന്റെ മഹാപരിനിർവാൺ ദിവസത്തിൽ തന്നെ ഒരു ഫ്രൻസിയുടെ മോബ് വന്നിട്ട് പള്ളി ബാബറി മസ്ജിദ് പൊളിച്ചു കളയും. പല മേജർ എന്താ പറയുക ഹിസ്റ്റോറിയൻസും സോഷ്യൽ സയന്റിസ്റ്റും എല്ലാം ഇന്ത്യയിലെ ഡെമോക്രസി മരിച്ച ദിവസം എന്നുള്ള രീതിക്ക് ഇതിനെ വിളിച്ചിട്ടുണ്ട്. ലെറ്റ് മീ നോട്ട് മേക്ക് എ വാല്യൂ ബേസ്ഡ് കമന്റ് ദർ. നമുക്ക് ഇതിന്റെ അക്കാഡമിക്സിലേക്ക് അല്ലെങ്കിൽ ആർക്കിയോളജിയിലേക്കും ഹിസ്റ്ററിയിലേക്കും ശ്രദ്ധിക്കാം. പിന്നെ 2003 അലഹബാദ് ഹൈക്കോർട്ട് ഇവിടെ ഉത്ഖനനം ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്കവേഷൻ നടത്താനുള്ള ഓർഡർ കൊടുക്കുന്നു. അപ്പം ഇതിനു മുമ്പേ തന്നെ 1976-77 BB ലാൽ ഇവിടെ എക്സ്കവേഷൻ നടത്തുന്നുണ്ട്. 69-70 എന്നുള്ള സമയത്തിൽ ഇദ്ദേഹം ഒരു എക്സ്പ്ലോറേറ്ററി സർവേയും ഒരു ട്രെഞ്ചും, അതായത് ഒരു ട്രെഞ്ച് എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ നമ്മളൊരു 7 feet into 9 feet അല്ലെങ്കിൽ 5 feet into 5 feet ഇതൊന്നും എക്സാക്ട് റിപ്പോർട്ടുകളൊന്നുമില്ല. റിസർവീസുകാർ കാണിച്ച ആ റിപ്പോർട്ട് മാത്രമാണ് വെളിയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതെത്ര ഡീപ്പായിട്ട് കുഴിച്ചു എന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഒരു ട്രെഞ്ചേ ഇട്ടിട്ടുള്ളൂ എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പം അത് നടക്കണം. അത് കഴിഞ്ഞൊരു മേജർ എക്സ്കവേഷൻ എന്നുള്ള വിളിക്കാൻ പറ്റുന്നത് 76-77 അവിടെയാണ് നമ്മുടെ സുഹൃത്ത്
കെ മുഹമ്മദ് ഇതിന്റെ ഭാഗമായെന്നാണ് പറയുന്നത്. പക്ഷെ അതിന്റെ ആർക്കിയോളജി റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ പേരില്ല. നമുക്ക് അതൊന്നും ഈ വീഡിയോക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഈ 76-77 നടന്ന എക്സ്കവേഷനിൽ നമ്മളത് ഒരു സിഗ്നിഫിക്കന്റ് കാര്യം പറയേണ്ടത് ബി ലാൽ അപ്പോൾ ASIയുടെ ഡയറക്ടർ ജനറൽ അല്ല. കെ മുഹമ്മദ് ക്ലെയിം ചെയ്തുകൊണ്ട് നടക്കുന്നത് ഡയറക്ടർ ജനറൽ ആണ് എന്ന്. അദ്ദേഹത്തിന്റെ CV അദ്ദേഹത്തിന്റെ ബുക്കിലുണ്ട്. അത് നോക്കുകയാണെങ്കിലും പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു 100ാം ജന്മദിനത്തിലാണെന്ന് തോന്നുന്നു ഒരു സ്ക്രിപ്റ്റ് ഒരു വോളിയം ഇങ്ങനെ ഇറക്കിയിട്ടുണ്ട്. അതിനകത്തും ഇദ്ദേഹത്തിന്റെ ബയോഗ്രഫി പറയുന്നു. 2 പറയുന്നുണ്ട് ഇദ്ദേഹം 73-74 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഇദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ദേശ്പാണ്ഡെ എന്ന് പറഞ്ഞ് മറ്റൊരു ഡയറക്ടർ ജനറൽ ഉണ്ടാകാണ്. ഇദ്ദേഹം റിട്ടയർ ചെയ്തെങ്കിലും ഇദ്ദേഹം അക്കാഡമിക്സിൽ കണ്ടിന്യൂ ചെയ്യണം. IIAS ഷിംലയിൽ വർക്ക് ചെയ്യാണ്. ആ ഒരു സമയത്ത് ഇദ്ദേഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന പ്രൊജക്റ്റ് ആയിട്ടുള്ള ആർക്കിയോളജി ഓഫ് രാമായണ പ്രൊജക്റ്റ് ഇദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ASIയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്ന ബി ലാൽ എന്ന് പറയുന്നത് 76-ലായിരുന്നല്ല, അതിന് മുമ്പായിരുന്ന ബി ലാലിനെ കുറിച്ചാണ് ഈ കെ മുഹമ്മദ് മേക്ക് ചെയ്യുന്ന ക്ലെയിം. വാട്ട് എവർ ഇറ്റ് ഇസ് ഓക്കെ. അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു വീഡിയോയ്ക്കുള്ള കണ്ടന്റാണ്. ലിമിറ്റഡ് 76-77 ആണൊരു ഫസ്റ്റ് എക്സ്കവേഷൻ അവിടെ നടക്കുന്നത്. 79-80 അതിൻ്റെ ഒരു തുടർച്ച നടക്കുന്നുണ്ട്. ഈ 76-77 നടന്ന എക്സ്കവേഷന്റെ റിപ്പോർട്ടിൽ നമ്മൾ നോക്കിയാലും അവിടെ ഒരു ടെമ്പിളിന്റെയും എവിഡൻസ് കണ്ടെടുത്തതായിട്ട് ബി ലാൽ പറയുന്നില്ല. അദ്ദേഹത്തിന് ക്ലെയിം അപ്പോൾ ചെയ്യാമായിരുന്നു. മേ ബി എന്തെങ്കിലും എവിഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അന്ന് ടെമ്പിളിന്റെ എവിഡൻസ് ഉണ്ടെന്ന് ക്ലെയിം ചെയ്യായിരുന്നു. പിന്നീട് 79-80 നടത്തുമ്പോഴും അതിന്റെ റിപ്പോർട്ടിലും അദ്ദേഹം എഗെയിൻ ടെമ്പിൾ ഉണ്ടെന്ന് ക്ലെയിം ചെയ്യുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞ് 1990 ഈ ടൈം ലൈനും ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. 1990 ബി ലാൽ RSSന്റെ ഒരു ജേണലായിട്ടുള്ള മന്ഥനിൽ ആദ്യമായിട്ട് അവിടെ ടെമ്പിൾ ഉണ്ടായിരുന്നു. ടെമ്പിളിന്റെ പില്ലറുകൾ 12ഓളം പില്ലറുകൾ കണ്ടെടുത്തു എന്ന് ഇദ്ദേഹം ക്ലെയിം ചെയ്തു. വിച്ച് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം നമ്മൾ ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഹിസ്റ്റോറിയൻസും ഒക്കെ നമുക്കൊരു പബ്ലിക്കേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്കവറിയോ അല്ലെങ്കിൽ നമുക്കൊരു കാര്യം മുമ്പോട്ട് പറയണമെങ്കിൽ ആദ്യം നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് അക്കാഡമിക് ജേണലിലായിരിക്കും. അങ്ങനെയാണ് ഒരു സയന്റിഫിക് രീതി. നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് റിസർച്ചിൽ എൻഗേജ് ചെയ്ത ആർക്കാണെങ്കിലും അതറിയും. പക്ഷെ അവിടെ അതായത് ഇദ്ദേഹം പല പല ബുക്കുകളും പല പല ആർട്ടിക്കിളുകളും അക്കാഡമിക് ജേണൽസ് പബ്ലിഷ് ചെയ്ത ഒരാളാണ്. എന്നിട്ടും ഇദ്ദേഹം ഇത് ക്ലെയിം ചെയ്യുന്നത് ഈ RSS മൗത്ത് പീസ് ആയിട്ടുള്ള മന്ദനിലാണ്. അപ്പൊ അന്നും ഇദ്ദേഹം 12 പില്ലറിന്റെ എവിഡൻസ് പറയുന്നുള്ളൂ. 10 ഫെബ്രുവരി 1991 ഇദ്ദേഹം വിജയവാഡയിൽ ഒരു ലെക്ചർ കൊടുക്കണം. ഇദ്ദേഹം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബി ലാൽ ഒരു ലെക്ചർ കൊടുക്കുകയാണ്. അന്നാണ് അദ്ദേഹം ആദ്യമായിട്ട് ക്ലെയിം ചെയ്യുന്നത് ബാബറി മസ്ജിദിന്റെ സൈറ്റിലെ എക്സ്കവേഷൻ നടത്തിയാലേ അതിന്റെ അടിയിൽ ടെമ്പിൾ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് വളരെ അക്കാഡമിക് ലാംഗ്വേജിലാണ് പറയുന്നതെങ്കിലും ഉദ്ദേശിക്കുന്നത് ഈ പള്ളി പൊളിച്ചു കളഞ്ഞാലേ ഇതിന്റെ അടിയിൽ ടെമ്പിൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇൻഡയറക്ട്ലി ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. പിന്നീടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് 2003 ഈ എക്സ്കവേഷൻ. അപ്പൊ ഇത് പറയാൻ വേണ്ടിയാണ് 3ഓളം എക്സ്കവേഷനുകളാണ് അവിടെ നടന്നിട്ടുള്ളത്. 76, 79 പിന്നെ 2003. 2003 ഈ എക്സ്കവേഷൻ നടത്തുന്ന സമയത്ത് എക്സ്കവേഷൻ നടത്തുന്നത് ASI ആണ്. ഈ ബി ലാൽ മേക്ക് ചെയ്ത ഒരു അൺഅക്കാഡമിക് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ മേക്ക് ചെയ്ത ക്ലെയിമിനെ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുന്നു. എന്നാലും നമുക്ക് ആ ഒരു ക്ലെയിം എടുക്കാം. 12 പില്ലർ കണ്ടു എന്നുള്ള ക്ലെയിം എടുക്കാം. അത് നമ്മളത് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നീട് 2003 ASI എക്സ്കവേഷൻ നടക്കുമ്പോൾ ഈ എക്സ്കവേഷനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻഡിപെൻഡന്റ് ഒബ്സർവേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും സെൻട്രൽ സുന്നി വഖഫ് ബോർഡും ഇത് പെറ്റീഷൻ കൊടുക്കുകയാണ് കോർട്ടിന്. അപ്പം കോർട്ട് തന്നെ ഇൻഡിപെൻഡന്റ് ഒബ്സർവേഴ്സ് നിയമിക്കുകയാണ്. അതായത് ഈ സുന്നി വഖഫ് ബോർഡിന്റെ പക്ഷത്ത് നിന്നുള്ള ഇൻഡിപെൻഡന്റ് ഒബ്സർവേഴ്സ്, അത് ആർക്കിയോളജിസ്റ്റുകൾ തന്നെയാണ്. ആ കോടതി വിധിയിലും അവർ വിളിക്കുന്നത് എക്സ്പേർട്ട് ആർക്കിയോളജിസ്റ്റുകൾ തന്നെയാണ്. വളരെ നല്ല അക്കാഡമിക് ക്രെഡൻഷ്യൽസ് ഉള്ള പല ഫീൽഡ് എക്സ്കവേഷൻസിന്റെ
ഭാഗമായിട്ടുള്ള ലൈസൻസ്ഡ് ആയിട്ടുള്ള ആർക്കിയോളജിസ്റ്റുകളാണ് വരുന്നത്. അപ്പോൾ അതിനകത്താണ് നമുക്ക് ശരീരനാഗറിനെ കാണാൻ പറ്റുന്നത്, സുപ്രിയ വർമ്മയെ കാണാൻ പറ്റുന്നത്, ജയമേനോനെ കാണാൻ പറ്റുന്നത്, സൂരജ് ബാനെ കാണാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള ഇവരുടെയൊക്കെ ഒന്ന് CV നമ്മളെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇവരുടെ അക്കാഡമിക് ക്രെഡൻഷ്യൽസ് എന്താണ്. ഞാനത് പറയാനൊരു റീസൺ, ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള നാഷണൽ ഡെയിലീസിൽ ഇവർ ആർക്കിയോളജിസ്റ്റുകൾ അല്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണം വന്നിട്ടുണ്ട്. ഇവർ ഫീൽഡ് എക്സ്കവേഷന് പോയിട്ടില്ല എന്നുള്ള പ്രചരണം വന്നിട്ടുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ്ലി ബേസ്ലെസ് ആണ്. കാരണം ഒന്ന് ജസ്റ്റ് ഇവരുടെ CV എടുത്ത് നോക്കിയാൽ എത്ര പ്രഗത്ഭരായിട്ടുള്ള ആർക്കിയോളജിസ്റ്റുകൾ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ഈ 2003 എക്സ്കവേഷന്റെ ബേസിസിൽ 2 വോള്യങ്ങൾ, ഒരു വോള്യം ടെക്സ്റ്റുവൽ ആയിട്ടുള്ള അതായത് എഴുത്തുകളുടെ ഒരു വോള്യവും, പിന്നെ രണ്ടാമതൊരു വോള്യം ചിത്രങ്ങളുടെ റിപ്പോർട്ടുകൾ, പിക്ടോഗ്രാഫിക് റിപ്പോർട്ടുകളും മാപ്പുകളും കോണ്ടെക്സ്റ്റ് ഷീറ്റുകളുടെ ഒരു വോള്യം, അങ്ങനെ 2 വോള്യങ്ങൾ അലഹബാദ് കോർട്ടിന് സബ്മിറ്റ് ചെയ്യുക. അപ്പം ഈ 2 വോള്യങ്ങളും ഫുള്ളി പബ്ലിക്കിന് കാണിച്ചിട്ടില്ല. അവിടെ നമുക്ക് അതിൻ്റെ അകത്ത് എന്തുണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഈ കോർട്ടിന്റെ വ്യവഹാരങ്ങളിൽ ഇതിനെക്കുറിച്ച് സെവറൽ കാര്യങ്ങൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. പിന്നെ മാഞ്ചി ആൻഡ് മണി എന്ന് പറഞ്ഞ ഇത് BR മണി എന്ന് പറഞ്ഞ ഒരാളാണ് ഇത് ലീഡ് ചെയ്തത്. അവരുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഒരു ആർക്കിയോളജിക്കൽ കൺക്ലൂഷന്റെ ഒരു റിപ്പോർട്ട് ഇതുവരെ പബ്ലിഷ് ആയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇത് എന്തുകൊണ്ടാണ് അവർ ഒരു പബ്ലിക് ഡൊമെയിൻ ഡോക്യുമെന്റോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ജേർണലിൽ ഇത് പബ്ലിഷ് ചെയ്യാത്തതെന്നുള്ള ഇത് ഞങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂസിംഗ് ആണ്. ആസ് ഹിസ്റ്റോറിയൻസ് ആൻഡ് ആർക്കിയോളജിസ്റ്റ് നമുക്ക് കൺഫ്യൂസിംഗ് ആണ്. അപ്പം ഈ കോടതി രേഖകളിലുള്ളതും അക്കാഡമിക് ജേർണലുകളിൽ വന്നതായിട്ടുള്ളതും പിന്നെ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ബേസ് ചെയ്തിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്.